നമസ്കാരം 10th ലെവൽ മെയിൻസിന് വേണ്ടി നമ്മൾ നടത്തുന്ന സീരീസിന്റെ 8ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. 10 ചോദ്യങ്ങൾ വീതമുള്ള ഓരോ എപ്പിസോഡാണ് നമ്മൾ ചെയ്തു വരുന്നത്. അപ്പോൾ അതിന്റെ 8ാമത്തെ എപ്പിസോഡ്, അതായത് 80 ചോദ്യങ്ങൾ നമ്മൾ ഇന്നത്തോടു കൂടി കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് ഇന്നത്തെ 10 ക്വസ്റ്റ്യൻസ് സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും ചോദ്യങ്ങൾ ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ മാത്രം വീഡിയോയിലേക്ക് നോക്കുക, അല്ലെങ്കിൽ ആൻസർ ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രം നിങ്ങൾ വീഡിയോയിലേക്ക് നോക്കുക. നിങ്ങളുടെ വിലയേറിയ സമയങ്ങൾ നിങ്ങൾ കളയരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ആ 10 ചോദ്യങ്ങൾ ഏതാണെന്ന് നോക്കാം. ചോദ്യം +15 -25 +12 ഡിവൈഡ് ബൈ -4 എന്നാണ്. അപ്പോൾ നമുക്കത് പ്ലസ് ഒക്കെ മാറ്റി സൈനൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. എങ്ങനെയാ? +15 നമുക്ക് 15 തന്നെ എടുക്കാം. പ്ലസ് ആണെങ്കിൽ സൈൻ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെന്താ, അതാ നോക്കി, രണ്ട് മൈനസുകൾ ഇങ്ങനെ അടുത്തടുത്ത് വരുവാണ്, ഇടയ്ക്ക് നമ്പരൊന്നും ഇല്ലാതെ രണ്ട് മൈനസുകൾ അടുത്തടുത്ത് വന്നതിന്റെ മീനിങ് എന്താ? മൈനസ് ഇൻറ്റു മൈനസ് എന്നാണ്. മൈനസ് ഇൻറ്റു മൈനസ്, മൈനസ് ഇൻറ്റു മൈനസ് എന്തായിട്ട് മാറും? പ്ലസ് ആയിട്ട് മാറും. +25, ബാക്കി എന്തുണ്ട്? +12 ബൈ -4. നോക്കാം നമുക്ക്. 15ഉം 25ഉം കൂട്ടുക 40, 40ഉം 12ഉം കൂട്ടുക 52 ബൈ -4. ഈ ബൈ -4 ഒക്കെ വരുമ്പോൾ ചെയ്യാൻ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ട്. ഒന്നുമില്ല, ഒരു കാര്യവും പേടിക്കേണ്ട. ആ മൈനസിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മറച്ചു പിടിക്കാം. ബാക്കി നോക്കിയേ, 52/4 ചെയ്യാം. എന്താ വരിക? 52/4 13. ഒരു മൈനസ് നമ്മൾ മറച്ചു പിടിച്ചിരിക്കുകയല്ലേ, ആ മൈനസ് അങ്ങ് ഇട്ട് കൊടുക്കുക. അത് താഴെ കൊടുക്കണമെന്നൊന്നുമില്ല. മൈനസ് ഒക്കെ നമുക്ക് എവിടെയും കൊടുക്കുക, ഒരു സംഖ്യയിലേക്ക് ഇട്ടുള്ളൂ. സോ നമുക്ക് അതിനെ മുകളിൽ കൊടുക്കാം. -13 എന്ന് കിട്ടും. സിമ്പിൾ ആണ്, ഒന്നുമില്ല, സിമ്പിൾ സാധനമാണത്. അടുത്തെന്താ? 7/4 -5/4 ദശാംശ രൂപത്തിലാണ് കിട്ടേണ്ടതല്ലേ. സോ നമുക്ക് നോക്കാം. 7/4 -5/4 എളുപ്പമല്ലേ, കാര്യം ഛേദങ്ങൾ തുല്യമാണ് അല്ലേ. ഛേദങ്ങൾ തുല്യമാണെങ്കിൽ പിന്നെ ക്രോസ് നമുക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമുക്ക് ഈ ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഭിന്നസംഖ്യകൾ പ്ലസ് ചെയ്യാനോ മൈനസ് ചെയ്യാനോ കിട്ടുമ്പോൾ അപ്പോഴേ ക്രോസ് ചെയ്യും. അത് നിൽക്കരുത്, ആദ്യമേ ഛേദം നോക്കണം. ഛേദം നോക്കി, രണ്ടേ ഛേദം ഒരുപോലെ അല്ലേ. ഇപ്പൊ ഛേദം ഒരുപോലെ ആണെങ്കിൽ ഛേദം അതുപോലെ എഴുതിയിട്ട് അംശങ്ങൾ തമ്മിൽ കുറച്ചാൽ മതി. അപ്പൊ നമുക്ക് ഛേദം അതുപോലെ എഴുതാം. ഛേദം 4 അതുപോലെ എഴുതി അംശങ്ങൾ തമ്മിൽ കുറച്ചു. 7 - 5 2. ഇപ്പൊ 2/4 വെട്ടി ചെയ്യുമ്പോൾ 1/2 1/2 എന്ന് കിട്ടും. 1/2 എന്ന് പറഞ്ഞാൽ അരയാണ്. അര എന്ന് പറഞ്ഞാൽ 0.5, 0.5 അല്ലേ. അത് സിമ്പിളായിട്ട് എഴുതാൻ പറ്റില്ലേ? അപ്പോൾ അര എന്ന് പറഞ്ഞാൽ പകുതിയാ, 1ന്റെ പകുതി 0.5, അത്രേ ഉള്ളൂ. അങ്ങനെ എഴുതാം. പിന്നെ നമുക്ക് അത് പക്ഷേ 0.5 എന്ന് അറിയില്ല, നമ്മൾ എന്ത് ചെയ്യാം? 1/2 1/2 കൊണ്ട് ഹരിക്കാം. 1ൽ പോലെ 0 കൊടുത്തു, ദശാംശം കൊടുത്തു അല്ലേ. 5 2 10 എങ്ങനെ കിട്ടും? 0.5. അതാണ് അതിന്റെ ആൻസർ. എളുപ്പമായിരുന്നു. ഇനി ഒരു സംഖ്യയുടെ 8% 50 ആയാൽ സംഖ്യ ഏത്? എളുപ്പമാണ്. ഇതൊക്കെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്യും അല്ലേ. എങ്ങനെ? ഒരു സംഖ്യ, ആ സംഖ്യയുടെ ഇടെ അല്ലെങ്കിൽ ഇന്റെ വന്ന് നമ്മൾ എന്ത് കൊടുക്കും? ഇൻറ്റു കൊടുക്കും അല്ലേ. സംഖ്യയുടെ എത്ര ശതമാനം? 8%. ശതമാനം എന്ന് പറഞ്ഞാൽ 100/8 എത്രയാണ്? 250. ഓക്കെ, എങ്കിൽ എന്ത് കണ്ടുപിടിക്കാൻ പറയുന്ന? സംഖ്യ കണ്ടുപിടിക്കാനല്ലേ പറയുന്ന. സംഖ്യ സമം, നമുക്ക് ഇതൊക്കെ അപ്പുറത്തും എന്ത് ചെയ്യും? 250 ഇൻറ്റു 8/100 100/8 ആവും. സിമ്പിളാ, ഒന്നുമില്ല. ക്യാൻസൽ ചെയ്യാം നമുക്കല്ലേ. 250 8 കൊണ്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റും നോക്കാം. നമുക്ക് പറ്റില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 4 കൊണ്ട് ക്യാൻസൽ ചെയ്യാം അല്ലേ. 4 കൊണ്ട് 2 4 8. ഇവിടെ 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 25 അല്ലേ. 25 കിട്ടി. ഇനി ഇത് ക്യാൻസൽ ചെയ്യുമ്പോഴോ 125. 2 കൊണ്ട് ക്യാൻസൽ ചെയ്ത് ഞാൻ തിരിച്ച് ചെയ്താൽ കുറച്ചുകൂടെ എളുപ്പമായിരുന്നു. അങ്ങനെ 4 കൊണ്ട് ഇതിനെ ചെയ്യുകയാണെങ്കിൽ എളുപ്പമായിരുന്നു. അപ്പോൾ എളുപ്പത്തിന് വേണ്ടി ഞാൻ പറഞ്ഞത്. അപ്പോൾ 125 ഇൻറ്റു 25 ആണ് സംഖ്യ വരെ. അപ്പോൾ നമുക്ക് ഗുണിച്ച് നോക്കാം. 125 ഇൻറ്റു 25 5 5 20. ഇത് എളുപ്പമാണ്. 125 ഇൻറ്റു 5 മൾട്ടിപ്ലൈ ചെയ്തിട്ട് വീണ്ടും 5 ഗുണിച്ച് കൊടുത്താൽ മതി. അതിന് എളുപ്പം. പോട്ടെ, എൻ്റെ നമുക്ക് ഇങ്ങനെ ചെയ്യാം. 5 5 25 ബാലൻസ് 2 5 2 10 2 12 ശരിയല്ലേ. ഒരു 5 5 2 സോറി 5 1 അല്ലേ. 5 1 6. ദെൻ വീണ്ടും 2 5 10 ബാലൻസ് 1 2 2 4 1 5 2 2. സോ നോക്കാം. 5 2 6 5 11 ദെൻ 3 3125 ആണ് ആൻസർ. 3125. അടുത്ത ചോദ്യം. 3250 രൂപയ്ക്ക് വാങ്ങിയ വസ്തു 2.5% നഷ്ടത്തിൽ വിറ്റാൽ വിറ്റ വില എന്ത്? സോ നമുക്ക് വിറ്റ വില കണ്ടുപിടിക്കണം അല്ലേ. വിറ്റ വില നമുക്കറിയാം. നമ്മൾ ഫോർമുല ഉണ്ട്. എന്താണ്? VV വാവി 100ൽ 100p. 100p 100. ഇവിടെ ലോസാ. സോ 100 - L. പ്ലസ് ആണെങ്കിൽ പ്രോഫിറ്റ് ആണെങ്കിൽ 100 + L. ഇവിടെ 100 - L. നോക്കാം. എന്താണ്? 3250 രൂപയ്ക്ക് വാങ്ങിയത്. സോ വിറ്റ വിലയാണ് കണ്ടുപിടിക്കുന്നത്. സോ വാങ്ങിയ എത്രയാ? 3250 ഇൻറ്റു 100ൽ 100 - ലോസ്. 100 - ലോസ് എത്രയാ? 2.5. അപ്പോൾ 100 - 2.5 എന്ന് പറഞ്ഞാൽ 97.5 ശരിയല്ലേ. നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഈ ഒരു പൂജ്യവും ഈ ഒരു പൂജ്യവും ക്യാൻസൽ ആയിപ്പോയി. 5 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. 2 5 10. ഇവിടെ 5 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോഴോ
6 5 30, 25 5 25 അല്ലേ? ഇനി ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല, രണ്ടുകൊണ്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. ഒന്നുകിൽ ക്യാൻസൽ ചെയ്ത് തമ്മിൽ മൾട്ടിപ്ലൈ ആയിട്ട് രണ്ടുകൊണ്ട് ഹരിക്കുക, അല്ലെങ്കിൽ വെട്ടി ചെയ്ത് സിംപ്ലിഫൈ ചെയ്തിട്ട് ചെയ്യാം. എനിവേ നമുക്ക് 65 × 97 ചെയ്യാം. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യുക? 975 നിരക്ക് ദശാംശം കളയും ഇൻറ്റു 65. 5 5 25 ബാലൻസ് 2, 5 7 35 2 37 ബാലൻസ് 3, 5 9 45 3 48, 6 5 30 ബാലൻസ് 3, 6 7 42 3 45 ബാലൻസ് 4, 6 54 4 58. സോ 5 7 8 5 13, then 8 11 13, then 5 സോറി 1 6. എനിക്ക് എവിടെയെങ്കിലും എൻ്റെ കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറഞ്ഞു കേട്ടോ, നിങ്ങൾ ശ്രദ്ധിച്ചോളാം, നിങ്ങൾ ചെയ്ത് തന്നെ നോക്കുക. അപ്പോൾ 6 3 3 7 5 ഒരു ദശാംശ സ്ഥാനമുണ്ട്, സോ ഒരു ദശാംശം കൊടുത്തു. ശരിയല്ലേ? ഇനി ഇതിനെ എന്ത് ചെയ്യുക? ഇത് ഗുണിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്, ബൈ 2 കിടക്കല്ലേ. അപ്പോൾ 6 3 3 7 0.5 നമുക്ക് 2 കൊണ്ട് ഹരിക്കാം. എങ്ങനെയാ? 3 2 6, 1 2 2 ബാലൻസ് 1 13, 6 2 12, ദെൻ വീണ്ടും 1 ബാലൻസ് ഉണ്ട് 17 8 2 16, ദശാംശം കാര്യം 16 കഴിഞ്ഞു, 1 ബാലൻസ് 1 5 എടുക്കുമ്പോൾ ദശാംശം ഇടയ്ക്ക് എടുക്കണം അല്ലേ? ദശാംശം കൊടുത്തു. നിങ്ങൾ എല്ലാം ഹരിച്ചു നോക്കിയാലും മതി. 7 2 14, ദെൻ ബാക്കി 1 ഉണ്ട് 5 2 10. അപ്പോൾ 3168.75 3168.75 ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ ചെയ്ത് നോക്കുക, എളുപ്പമാണ് ചെയ്യാൻ, ബുദ്ധിമുട്ടൊന്നുമില്ല. കാൽക്കുലേഷൻ ഡെസിമൽ ഒക്കെ വരുന്ന കുറച്ച് കാൽക്കുലേഷൻ കൂടുതലായിട്ട് വരും. പ്രീവിയസ് ഇയർ ചോദിച്ചാണ്, അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള മൾട്ടിപ്ലിക്കേഷനുള്ള ചോദ്യങ്ങളും എക്സ്പെക്ട് ചെയ്യാം. ഒരു ബാങ്ക് വായ്പയ്ക്ക് 12% നിരക്കിൽ വാർഷിക പലിശയാണ് ഈടാക്കുന്നത്. ഇതേ നിരക്കിൽ 36,500 രൂപയ്ക്ക് പാദവാർഷികമായി 3 മാസത്തേക്കുള്ള പലിശ എന്ത് എന്നുള്ളതാണ് ചോദ്യം. നോക്കാം നമുക്ക്. ഇത് പാദവാർഷികമാണ് എന്ന് ഓർമ്മിക്കുക, 3 മാസത്തേക്ക് മതി എന്നുള്ളത് നമ്മൾ ഓർമ്മിക്കുക. ശരി, നമുക്ക് നോക്കാം എന്താണ്. ബാങ്ക് വായ്പയ്ക്ക് 12% നിരക്കിൽ വാർഷിക പലിശയാണ് ഈടാക്കുന്നത്. സോ നമുക്ക് പലിശ നിരക്ക് എന്താണ്? പലിശ നിരക്ക് എന്ന് പറഞ്ഞാൽ 12%. നമുക്ക് പലിശയാണ് ചോദ്യം അല്ലേ? സോ ഫോർമുല എന്തായിരിക്കും? ഫോർമുലയ്ക്ക് ഒരു മാറ്റവും ഇല്ല, I = PNR/100 എന്ന് തന്നെയാണ്. ഇത് തന്നെയാണ് ഫോം. അപ്പോൾ നമുക്ക് ഇതൊക്കെ വേണം. പ്രിൻസിപ്പൽ എമൗണ്ട് P നമുക്കറിയാം എത്രയാണ്? 36,500. വേണമെങ്കിൽ നമുക്കൊന്ന് മാറ്റി എഴുതാം. P എന്ന് പറഞ്ഞാൽ 36,500. ദെൻ പിന്നെന്താ? നമുക്ക് N വേണം, വർഷം വേണം അല്ലേ? വർഷം എന്ന് പറയുന്നത് എത്രയാണ് പറയുന്നത്? 3 മാസത്തേക്കാണ് ചോദ്യം. 3 മാസത്തേക്കുള്ള പാദവാർഷികമായിട്ടുള്ള എന്നാണ് ചോദ്യം. അവിടെ നിൽക്കട്ടെ. നമുക്ക് ഇനി എന്താ വേണ്ടത്? നമുക്ക് ഇനി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 12% പറഞ്ഞിരിക്കുന്നത്. അത് വാർഷിക പലിശ നിരക്കാണ് 12%. നമുക്കിതിനെ എന്തിലേക്ക്? പാദവാർഷികത്തിലേക്ക് മാറ്റണം. പാദവാർഷികത്തിലേക്ക് എങ്ങനെ മാറ്റുക? നമുക്കറിയാം, ഒരു വർഷത്തിൽ പാദവാർഷികം എന്ന് പറഞ്ഞാൽ എന്താ? 3 മാസത്തിലൊരിക്കൽ പലിശ കണക്കാക്കും. ശരിയല്ലേ? 3 മാസത്തിലൊരിക്കലല്ലേ പലിശ കണക്കാക്കുന്നത്. അപ്പോൾ 3 മാസത്തിലൊരിക്കൽ കണക്കാക്കുമ്പോൾ ഒരു വർഷം എത്ര പ്രാവശ്യം കണക്കാക്കും? 4 പ്രാവശ്യം കണക്കാക്കും. ശരിയല്ലേ? അപ്പോൾ 4 പ്രാവശ്യമായിരിക്കും നമുക്ക് ഒരു വർഷത്തിൽ പലിശ കണക്കാക്കുക. സോ അതുകൊണ്ട് നമ്മൾ ഇതിനെ 4 കൊണ്ട് അങ്ങ് ഹരിക്കും. സോ 3% ഇവിടുത്തെ പലിശ നിരക്ക്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 3% അതായത് എത്ര പ്രാവശ്യം കണക്കാക്കുന്നോ ഡിവൈഡ് ബൈ അത് എന്നുള്ളതാണ്. ഓക്കെ, സോ നമ്മൾ അത് ഡിവൈഡ് ചെയ്തു. 4 പ്രാവശ്യം കണക്കാക്കുന്നതുകൊണ്ട് 4 കൊണ്ട് ഡിവൈഡ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടി. ഇനി നമുക്ക് ഒന്നുകിൽ 3 മാസത്തേക്കുള്ളത് ഒരു പ്രാവശ്യം ഇതിനെ 1 കൊടുത്താൽ മതി. കാര്യം പാദവാർഷികമായതുകൊണ്ട് എത്ര പ്രാവശ്യമായിരിക്കും? ഒരു 3-ാമത്തെ മാസം കണക്കാക്കും, 6-ാമത്തെ മാസം കണക്കാക്കും, 9-ാമത്തെ മാസം കണക്കാക്കും, 12-ാമത്തെ മാസം കണക്കാക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? 3 മാസത്തേക്ക്, ഇവിടെ 3 മാസത്തേക്കാണ് ചോദ്യം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ N ഒരു പ്രാവശ്യം കൊടുത്താൽ മതി. കാര്യം ഒരു തവണ കാലാവധിയാണ്, കാലയളവാണ് N എന്ന് പറയുന്നത്. എത്ര കാലയളവ്? ഒരു പ്രാവശ്യമാണ്. കാര്യം 3 മാസമല്ലേ? 6 മാസമായിരുന്നെങ്കിൽ 2 ആയേനെ N എന്ന് പറയുന്നത്. 9 മാസമായെങ്കിൽ 3 ആയേനെ. 12 മാസമായെങ്കിൽ 4. അതായത് ഒരു വർഷത്തിലാണെങ്കിൽ 4 ആയേനെ N എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ 3 മാസം എന്ന് പറയുമ്പോൾ അവിടെ N എന്ന് പറഞ്ഞാൽ എന്ത് കൊടുത്താൽ മതി? N = നമുക്ക് 1 കൊടുത്താൽ മതി. നോക്കാം നമുക്ക്. I = P 36,500 into N 1 into 3/100. ശരിയല്ലേ? നമുക്ക് 2 0 ക്യാൻസൽ ആയിക്കളെ. അപ്പോൾ 365 × 3 ഗുണിക്കാം. 365 × 3 5 3 15 ബാലൻസ് 1, 3 6 18 1 19 ബാലൻസ് 1 3 9 10,095 രൂപയായിരിക്കും ഇവിടുത്തെ പലിശ നിരക്ക്. പലിശ എന്ന് പറയുന്നത് 1095 രൂപ. നോക്കിയേ, അങ്ങനെ ഒരു സാധനത്തിനകത്ത് ഇല്ല, പക്ഷേ ഉണ്ട്. 1095.00. ഈ 00 ദശാംശത്തിന് ശേഷം 0 നമുക്ക് വേണമെങ്കിൽ കളയാം. അപ്പോൾ നമ്മുടെ ആൻസർ 1095 രൂപ എന്നാണ്. ഇഡ്ഡലി ഉണ്ടാക്കാൻ മാവിൽ 1 കിലോഗ്രാം അരിക്ക് 400 ഗ്രാം ഉഴുന്ന് എടുത്താൽ അരി ഈസ്റ്റ് ഉഴുന്ന് അല്ലെങ്കിൽ അരിയും ഉഴുന്നും തമ്മിലുള്ള അംശബന്ധം എന്ത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഈ അംശബന്ധം കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ടും ഒരേ യൂണിറ്റിലായിരിക്കണം.
ഓക്കെ, ഇവിടെ 1 കിലോഗ്രാം ഇവിടെ ഗ്രാമുമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഒന്നുകിൽ ഗ്രാമിനെ കിലോഗ്രാമിലേക്കോ അല്ലെങ്കിൽ ഗ്രാമിലേക്കോ കൺവേർട്ട് ചെയ്യാം. പക്ഷേ കൺവേർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് ഡെസിമൽ വരാതെ ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ കിലോഗ്രാമിനെ ഗ്രാമിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് ഡെസിമൽ വരില്ല, പക്ഷേ ഗ്രാമിനെ തിരിച്ച് കിലോഗ്രാം ആക്കുമ്പോൾ അവിടെ ദശാംശം വരും അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനെ മാറ്റാം. 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാമാണ്? 1000 ഗ്രാമാണ്. സോ 1000 ഗ്രാം. ആദ്യം അരിയല്ലേ ചോദിച്ചേക്കുന്ന, അരി ഈസ് ടു. സോ അരി ആദ്യം എഴുതുക. 1000 ഈസ് ടു 4. നോക്കിയേ, 2 0 പോയി. ബാക്കി 10:4. 10:4 നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? ഇതിപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഇങ്ങനെ മനസ്സിൽ ചെയ്യാൻ പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യുക, ഈ സാധനത്തിനെ 1000/400 എന്ന് എഴുതുക. കണ്ടോ, കാര്യം A/B എന്നൊക്കെ A/B എന്ന് എഴുതാൻ പറ്റും. ഇപ്പൊ ഇങ്ങനെ എഴുതുക. ഈ 2 ഇനി വെട്ടി പോവില്ലേ. ഇനി 10 4 വെട്ടാം. 5 2 10, 2 2 4 മീൻസ് 5:2. 5:2 ആണ്. അംശബന്ധം ഉണ്ടോ എന്ന് നോക്കുക ഓപ്ഷനകത്ത്. ഓപ്ഷൻ 5:2 ഉണ്ട്. ഒരു സൈക്കിൾ 5 കിലോമീറ്റർ സഞ്ചരിക്കാൻ 25 മിനിറ്റ് എടുത്തുവെങ്കിൽ 3.5 കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര എടുക്കുന്ന സമയം എന്താണ് ചോദ്യം. സിമ്പിൾ ചോദ്യം. എന്താ ചെയ്യാം, നമുക്ക് എപ്പോഴും ചെയ്തില്ല. 5 കിലോമീറ്ററിന് 25 മിനിറ്റ് എങ്കിൽ 1 കിലോമീറ്ററിന് ഈ 5-ന്റെ അടുത്ത് അപ്പുറത്തോട്ട് പോയാൽ മതി. 25/5 അതായത് 5 മിനിറ്റ്. അപ്പോൾ 1 കിലോമീറ്ററിന് 5 മിനിറ്റ് എങ്കിൽ നമുക്ക് വേണ്ടത് 3.5 കിലോമീറ്റർ ആണ്. ശരിയല്ലേ, 3.5 കിലോമീറ്റർ. അപ്പോൾ 3.5 കൊണ്ട് മൾട്ടിപ്പിൾ ആവരെ. 3.5 മീൻസ് 3.5. 3.5 കൊണ്ട് ഗുണിക്കുകയാണ്. 3.5 ഇൻറ്റു 1 കിലോമീറ്റർ. ഇവിടെയും 3.5 ഇൻറ്റു 5 മിനിറ്റ്. അപ്പോൾ ഇവിടെ എന്തായി, 3.5 ഇൻറ്റു 1 3.5 കിലോമീറ്റർ, അതായത് 3.5 കിലോമീറ്റർ. ഇത് ഗുണിക്കാം. 35 ഇൻറ്റു 5 ഗുണിക്കുക. ദശാംശം കളഞ്ഞിട്ട് 5 5 25. ബാലൻസ് 2 5 3 15 2 17. ഒരു സ്ഥാനം വേണ്ട ദശാംശം 17.5 മിനിറ്റ്, അതായത് 17.5 മിനിറ്റ് എന്നാണ്. 17.5 മിനിറ്റ് ഉണ്ടെന്ന് നോക്കാം. 17.5 മിനിറ്റ് എളുപ്പമാണ്. അടുത്ത് നമുക്ക് സംശയം വരുന്നൊരു ചോദ്യമാണ്. 2 നമ്മൾ ഇവിടെ നിന്നൊക്കെ ചെയ്തു. 2 4 4 അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തോളൂ. അതിൻ്റെ ആവശ്യമില്ല. ഇങ്ങനെ ഒരു പവർ ഒരുപാട് വരുവാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് 2 നമ്മൾ ഇതെല്ലാം കൂടെ ഗുണിക്കുക. എന്താ വരിക? 2 കൊണ്ട് 2 4, 4 കൊണ്ട് 8. സോ 2/8 മീൻസ് 2നെ 8 പ്രാവശ്യം എഴുതി ഗുണിക്കാനാണ് പറയുന്നത്. 2നെ 8 പ്രാവശ്യം എഴുതി ഗുണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് അല്ലാതെ ചെയ്യാൻ പറ്റില്ല. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2നെ 8 പ്രാവശ്യം എഴുതി ഗുണിക്കാൻ പറഞ്ഞ് 2നെ എന്താണ് ഇങ്ങനെയല്ല നമ്മൾ എഴുതുന്ന, ഒന്ന് ചിന്തിച്ചാൽ മതി. വീണ്ടും ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 8 പ്രാവശ്യം ആയില്ലേ. ഇത് ഗുണിക്കുമ്പോൾ എന്താ വരിക? 2 ഇൻറ്റു 2 2 8 സോറി 4 16 എന്നല്ലേ വരിക. ഇതും 16 അല്ലേ വരിക. സോ 16 ഇൻറ്റു 16 256. 256 നമ്മുടെ ആൻസർ. എളുപ്പമാണ് അതൊക്കെ ചെയ്യാൻ. സിമ്പിൾ സാധനമാണ്. അടുത്ത എന്താ, 1 6 11 എക്സെട്ര ഈ സമാന്തര ശ്രേണിയിലെ ഏത് 2 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസവും ഡാഷ് ആണ്. ഏത് 2 പദങ്ങൾ, ഏത് പദം എടുത്താലും കുറച്ച് നോക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും എന്നാണ് ചോദിച്ചത്. നമുക്ക് നോക്കാം. 1 6 11 ശ്രേണി ഒന്ന് എഴുതാം, നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. 1 6 11 വേണമെങ്കിൽ നമുക്ക് 5 വീതമല്ലേ കൂടി പോകുന്ന. 5 കൂട്ടി വീണ്ടും 5 കൂട്ടി വീണ്ടും 5 കൂട്ടി വീണ്ടും ഇങ്ങനെ പോകും അല്ലേ. നമുക്കൊന്ന് കുറച്ച് നോക്കാം. ഈ 2 സംഖ്യകൾ കുറയ്ക്കുമ്പോൾ എന്താ വരിക? 6 - 1 5. ഇതും തമ്മിൽ കുറച്ചാലോ 10. എങ്ങനെയാണ് കുറയ്ക്കാം? ഏതും 16ഉം 6 തമ്മിൽ കുറച്ചാലോ അതും 10. 21ഉം 1 തമ്മിൽ കുറച്ചാലോ അത് 20. ഇതെല്ലാം ഈ സംഖ്യകളെല്ലാം ഹരിക്കാൻ കഴിയുന്ന സംഖ്യ, അതായത് ഹരിക്കാൻ കഴിയുന്ന സംഖ്യ. അതിനെ ഗുണിതം 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? 4 കൊണ്ട് 5നെ ഹരിക്കാൻ പറ്റില്ല. 5 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? 5 കൊണ്ട് എല്ലാത്തിനെയും ഹരിക്കാൻ പറ്റും. ശരിയല്ലേ. 6 കൊണ്ട് പറ്റുമോ? 6 കൊണ്ട് ഒന്നിനെയും ഹരിക്കാൻ പറ്റില്ല. സോ നമുക്ക് എല്ലാത്തിനും ഹരിക്കാൻ പറ്റുന്ന സംഖ്യ എത്രയാണ്? എല്ലാത്തിനും ഹരിക്കാൻ പറ്റുന്ന സംഖ്യ 5 ആണ് എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ എളുപ്പമാണ്. എന്തെങ്കിലും ഞാൻ ഇച്ചിരി സിമ്പിൾ ക്വസ്റ്റൻ ആണ്, കുറച്ച് സ്പീഡിന് പറഞ്ഞു പോവാം. നമുക്ക് എളുപ്പം ഒരുപാട് ക്വസ്റ്റൻ നമ്മൾ ഇതുപോലെ ഡിസ്കസ് ചെയ്താൽ ഇതുപോലത്തെ അല്ല ഞാൻ ബാക്കി പറയുന്ന ക്വസ്റ്റൻസ് ഒക്കെ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും ചോദിക്കുക. നിങ്ങൾക്ക് അത് ക്ലിയർ ആയില്ല, ഞങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത്, ഈ ടൈപ്പ് ക്വസ്റ്റൻ നമ്മൾ നേരെ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ചോദിക്കുക, നമ്മളത് ക്ലിയർ ചെയ്യും. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 80ാമത്തെ ചോദ്യം. വശങ്ങൾ 6 സെന്റിമീറ്റർ ആയ സമഭുജ ത്രികോണങ്ങൾ കൊണ്ടുണ്ടാക്കാവുന്ന ഷഡ്ഭുജത്തിന്റെ ചുറ്റളവ് എന്തെന്നുള്ളതാണ്. അപ്പോൾ സമഭുജ ത്രികോണങ്ങൾ എല്ലാ വശങ്ങളും തുല്യമായ ത്രികോണം കൊണ്ടുണ്ടാക്കാവുന്ന ഷഡ്ഭുജത്തിന്റെ പ്രത്യേക അല്ലെങ്കിൽ ഷഡ്ഭുജത്തിന്റെ ചുറ്റളവാണ് ചോദ്യം. ഇതിനു മുമ്പ് നമുക്കൊരു കുഞ്ഞു കാര്യം പഠിക്കാം. ഞാനൊരു സമഷഡ്ഭുജം എടുക്കുകയാണ്. സമഷഡ്ഭുജം എന്ന് പറഞ്ഞാൽ എല്ലാ വശങ്ങളും തുല്യമായിട്ടുള്ള ഷഡ്ഭുജം മീൻസ് 6 വശങ്ങളുള്ള രൂപത്തിനാണ് നമ്മൾ എന്ത് വിളിക്കുക? നമ്മൾ ഷഡ്ഭുജം എന്ന് വിളിക്കുക. സോ നമുക്ക് അങ്ങനെ സാധനം എടുക്കാം. ഇതാണ് സംഗതി. ഇതാണ് ഒരു സമഷഡ്ഭുജം. ഈ സമഷഡ്ഭുജത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതിന്റെ സെന്റർ നമ്മൾ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഒരു ത്രികോണം കിട്ടും. ഇങ്ങനെ ത്രികോണം കിട്ടും, ഇങ്ങനെയും ത്രികോണം കിട്ടും, ഇങ്ങനെയും ത്രികോണം കിട്ടും, ഇങ്ങനെയും ത്രികോണം കിട്ടും. ഈ കിട്ടുന്ന എല്ലാ ത്രികോണങ്ങളും സമഭുജ ത്രികോണങ്ങളായിരിക്കും. ശ്രദ്ധിക്കുക, സമഷഡ്ഭുജമാണ് എങ്കിൽ, അതായത് എല്ലാ വശങ്ങളും തുല്യമായ ഒരു ഷഡ്ഭുജമാണ് എങ്കിൽ അതിന്റെ അതിന്റെ സെൻട്രൽ നിന്ന് നമ്മൾ ഇങ്ങനെ എല്ലാ ആംഗിളിലേക്കും വരച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന എല്ലാ ത്രികോണങ്ങളും 1 2 3 4 5 6 ത്രികോണം അല്ലെ. 1 2 3 4 5 6. ഈ 6 ത്രികോണങ്ങളും എന്തായിരിക്കും? സമഭുജ ത്രികോണങ്ങളായിരിക്കും.
ഇനി നമുക്ക് തിരിച്ച് ചിന്തിക്കാം. പക്ഷെ ഇവിടെ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ സമഷഡ്ഭുജം എന്ന് പറഞ്ഞിട്ടില്ല. തിരിച്ച് ചിന്തിച്ചേ, എന്ത് വെച്ചാൽ ഉണ്ടാക്കുന്നത്? സമഭുജ ത്രികോണങ്ങൾ വെച്ചാണ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ സമഭുജ ത്രികോണങ്ങൾ വെച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ കിട്ടുന്ന സാധനം സമഷഡ്ഭുജമായിരിക്കും. ഇവിടെ ഷഡ്ഭുജം എന്നേ പറഞ്ഞിട്ടുള്ളൂ, ഷഡ്ഭുജം തന്നെയാണ്, പക്ഷേ അത് സമഷഡ്ഭുജമായിരിക്കും എന്നുള്ള അറിവ് നമുക്ക് ഉണ്ടാവണം. കാര്യം ഒരു സമഭുജ ത്രികോണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ ആ കിട്ടുന്നത് കൃത്യമായും ഒരു സമഷഡ്ഭുജം, മീൻസ് എല്ലാ വശങ്ങളും തുല്യമായ ഷഡ്ഭുജമായിരിക്കും. ഇതിന്റെ ചുറ്റളവല്ലേ ചോദ്യം. ഒരു വശം എത്രയാ? ത്രികോണം 6 സെന്റിമീറ്റർ. അപ്പോൾ ത്രികോണത്തിന്റെ ഇതൊരു ത്രികോണമല്ലേ, ഈ ത്രികോണത്തിന്റെ വശം എത്രയാ? 6 സെന്റിമീറ്റർ. അപ്പൊ ഇതും 6 സെന്റിമീറ്റർ ത്രികോണത്തിന്റെ, ഇതും എല്ലാം ഒരുപോലെ, എല്ലാ വശങ്ങളും തുല്യമല്ലേ. അപ്പൊ ഇതാറ്, 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 ഇതാറ്. അപ്പൊ എത്ര ആറുകൾ? 6 ആറുകൾ. അപ്പൊ 6 × 6 36 സെന്റിമീറ്റർ. ഇതാണ് അതിന്റെ ആൻസർ. എളുപ്പമാണ് ക്വസ്റ്റ്യൻ, ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ 10 ക്വസ്റ്റ്യൻസിൽ എത്ര മാർക്ക് കിട്ടി എന്ന് കൂടി നിങ്ങളൊന്ന് കമന്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ പറയുക, അതുപോലെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഉറപ്പായിട്ടും ഇവിടെ എത്ര മാർക്ക് കിട്ടിയെന്നും നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.